പൗലോസിന്റെ ഒരു ശക്തമായ പ്രാർത്ഥനയുടെ ഒരു വെളിപ്പാടാണ് ഈ സഭയോട് പറയുന്നത്, നിങ്ങൾ പൊരുതുക എന്ന വിഷയം. It's a revelation that Paul reveals to that specific church, strive to win. ആ ലേഖനത്തിൽ 6 അധ്യായത്തിലും ആവർത്തിക്കുന്ന ഒരു വ്യക്തമായ പദം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. And all 6 chapters to the letter of Ephesians we see something repeated, and that's the repetition of the Holy Spirit. ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലേഖനം എഫെസോസ് ലേഖനമാണ്. It's the epistle of Ephesus in which we see the most repeated occurrences or references to the Holy Spirit. ഈ ലേഖനത്തിൽ 3 പദങ്ങൾ പ്രത്യേകമായിട്ട് മുഴച്ചു നിൽക്കുന്നത് കാണാം. And we can see 3 points inflated or emphasized within that letter. ഒന്ന്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയുക. 1, know the abundant exceeding power of his spirit. 2, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിൽ നിറയുക. 2, in that abundance of power be filled. 3, അവന്റെ ശക്തിയിൽ ബലപ്പെടുക. 3, be strengthened in his power, in his might. ഈ 3 നിലകളിൽ ഈ ലേഖനം കൃത്യമായ വെളിപ്പാട് തരുന്നുണ്ട്. And in those 3 manners that letter gives us revelation. അറിയുക എന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. To know something is a very serious topic. അത് ഞാൻ നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അറിയിക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. So I want for you to know that, and as a result my attempt this evening is to make you be known. പലപ്പോഴും ദൈവമക്കൾ ചിന്തിച്ചിരിക്കുന്നത് അറിയാം എന്ന മുൻധാരണയുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. And most people have this prejudice or preconceived notion that most of us know who the Holy Spirit is. പക്ഷേ ഒരുപാട് അബദ്ധങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്. But we know a lot of things, but they're all wrong things. അപ്പോൾ ഞാൻ കൃത്യമായ ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരാം. So I'll give you something specific and accurate. ഇത്തിരി വേഗത കൂടുതലായിരിക്കും. So the speed might be a little bit higher. അപ്പോൾ നിങ്ങളെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ട് നിറയുക എന്നതോടെ പറയുമ്പോഴേക്കും 8:50 ആകും. So by the time we get to know and then we enter into the topic of being filled, by then we get close to our time to conclude. എല്ലാം ഞാൻ പറയുമെന്നല്ല പറയുന്നത്, സമയത്ത് നിർത്തുമെന്നാ പറയുന്നത്. And I'm not saying that I'm going to go exhaustively into all that I want to share, but I'm just telling you we will end on time. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. We need to have a knowledge about the Holy Spirit. നമുക്ക് വായിക്കേണ്ടത് തിരുവെഴുത്ത് വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷമാണ്. Gospel of John 16 verses 7. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. Nevertheless I tell you the truth, it is to your advantage that I go away, for if I do not go away the helper will not come to you, but if I depart I will send him to you. എല്ലാവരും ഇതൊന്ന് കാണാതെ പഠിക്കണം. We must memorize this verse. ഇത് കാണാതെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കും. If you don't memorize this verse, our life may be a bit difficult. കർത്താവിന്റെ അവസാന പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണിത്. This is one of the last part of his last sermons of the Lord. കർത്താവ് പ്രസംഗിച്ച പ്രസംഗം 14 മുതൽ 16 വരെയാണ് പ്രസംഗമുള്ളത്. And the sermon of the Lord is found in chapters 14 through 16. ഇത് ശിഷ്യന്മാർക്ക് തന്നെ ഗ്രഹിക്കാൻ പ്രയാസമായിരുന്നു. Even the disciples had a difficult time to comprehend this. അതുകൊണ്ട് നിങ്ങൾക്കും ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കും. And so you might also find it difficult to comprehend. ഈ വാക്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. So we must memorize it, study it, meditate on this verse. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. It is to your advantage that I go. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കർത്താവ് പറയുന്ന വാക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. The Lord is saying it is to your advantage that I go. കർത്താവ് ഉള്ളതാണോ പ്രയോജനം, പോകുന്നതാണോ പ്രയോജനം? Is it more advantageous for the disciples for the Christ to be there or for Christ to have left? കർത്താവ് ഉള്ളതാണോ പ്രയോജനം, പോകുന്നതാണോ? Is it more advantageous to the disciples for the Christ to stay or Christ to leave? അപ്പം ഞാൻ നിങ്ങൾ മൗനമായതുകൊണ്ട് നിങ്ങളെ കൊണ്ടത് പറയിപ്പിക്കാൻ ശ്രമിക്കാം. Okay, now that all of you are silent, I'm going to try to make you answer that question. കർത്താവ് ആരാണെന്ന് ആദ്യം അറിയണം. So we must first know who the Lord is. കർത്താവ് ആരാണ്? Who is the Lord? ദൈവമാണോ ദൈവപുത്രനാണോ? Is he God or is he the Son of God? നമ്മളെല്ലാവരും പറയാൻ പോകുന്നത് ദൈവപുത്രനാണ്. We're all going to respond with Son of God. ഞാൻ പറയാൻ പോകുന്നത് മഹാദൈവം എന്നാണ്. But I'm going to say he's the great God. വേദപുസ്തകത്തിൽ യേശുക്രിസ്തു മഹാദൈവം എന്നാണ് പറയുന്നത്. In the Bible we see Christ referenced as the great God. ടൈറ്റസ് ചാപ്റ്റർ 2 verse 13 എഴുതിയിരിക്കുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, അത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവ് എന്നാണ് പറയുന്നത്. In Titus chapter 2 verse 13
we read, looking for the blessed hope and the glorious appearance of our great God and Savior Jesus Christ. ദൈവം കർത്താവായ യേശു ക്രിസ്തു മഹാദൈവമാണ്. So the Lord is the great God. പരിശുദ്ധാത്മാവ് മഹാദൈവമാണെന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചക പുസ്തകത്തിലെ പ്രവചനം നമുക്കറിയാം. നമുക്കൊരു ശിശു നൽകപ്പെട്ടു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. And we see the prophetic utterances, a reference to the Lord Jesus Christ given to the prophet Isaiah when he says, a child has been born, a son has been given to us, he is a mighty God. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മഹാദൈവമാണ്. So Lord Jesus is the mighty God. അപ്പം നിത്യനായ ദൈവമായിരുന്നു. He's an eternal God. ആ കർത്താവ് ഈ ഭൂമിയിലേക്ക് എങ്ങനെ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. We must understand how the Lord came into this earth. ആ കർത്താവ് ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്നു. In his form, he took on the form of a man and came to earth. കർത്താവ് ഈ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനാകുകയാണ്. In for this earth's purpose, he's coming in the form of a man. ദൈവത്തിന് വേഷത്തിൽ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. It's a very difficult thing for a holy God to come and take on the form of a man on this earth. കാരണം മനുഷ്യൻ പരിമിതികളുള്ളവനാണ്. Because man has limitations. ദൈവം പരിമിതിയില്ലാത്തവനാണ്. But God is without any limits. അതുകൊണ്ട് തന്നെ ദൈവം പരിമിതപ്പെടുക വളരെ പ്രയാസമാണ്. So God to become a limited being is a very difficult concept. അപ്പോൾ ദൈവം വേഷത്തിൽ മനുഷ്യനായി വരുന്നു. In the form of a man he comes. വളരെ പ്രയാസമുള്ള കാര്യമാണ്. Very difficult thing to do. മൂന്ന് കാര്യത്തിൽ ദൈവം കോംപ്രമൈസ് ചെയ്താലേ മനുഷ്യനാകാൻ പറ്റത്തുള്ളൂ. God can only take on the form of a man if he makes three different compromises. അതിലൊന്ന് സർവശക്തിയാണ്. One is the great power. രണ്ട് സർവജ്ഞാനമാണ്. One is the omniscience. മൂന്ന് സർവസന്നിഹിതൻ എന്നതാണ്. The third is that he is everywhere. അപ്പോൾ ഈ മൂന്ന് കാര്യത്തിൽ ദൈവം കോംപ്രമൈസ് ചെയ്തു. So God has to make a compromise on his omnipotence, omnipresence in those things. എന്നിട്ട് വേഷത്തിൽ മനുഷ്യനായി വന്നു. In the form of a man he comes. എന്തിനു വേണ്ടിയാണ് മനുഷ്യനായത്? Why did he take the form of a man? എനിക്ക് വേണ്ടി കന്നത്തടിയേൽക്കാൻ. So for my sake to receive the beatings on his face. എനിക്ക് വേണ്ടി താടിരോമങ്ങൾ പിടിതെടുക്കത്തക്കവണ്ണം കവിള് കാണിക്കാൻ. To show his face, so the cheeks, that for my sake they would pluck out the facial hair from him. എനിക്ക് വേണ്ടി മുഖത്ത് തുപ്പലേൽക്കാൻ. So for me to take on the spit that somebody else is spitting at him. എനിക്ക് വേണ്ടി അങ്കി വിട്ടുതരാൻ വേണ്ടി. So to give away his robe for my sake. എനിക്ക് വേണ്ടി പുറം ഉഴവുചാല പോലെ കീറാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. For his back to be turned, to be plowed into streams for my sake. എനിക്ക് വേണ്ടി ക്രൂശ് ചുമക്കാൻ വേണ്ടി. For my sake to carry the cross. എനിക്ക് വേണ്ടി കരങ്ങളിൽ ആണി അടിക്കപ്പെടാൻ വേണ്ടിയാ വന്നത്. He came so that he may take on the nails for my sake. എനിക്ക് വേണ്ടി അപമാനിക്കപ്പെടാൻ. To be humiliated for my sake. എനിക്ക് വേണ്ടി മരിക്കാനാ വന്നത്. To die for me he came. എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്തുണ്ട്? Who am I for me to have this type of love in my life? എന്നെ അത്രയ്ക്ക് ഓർക്കാനും മാത്രമുണ്ടോ? Am I somebody to be remembered in that manner? പിതാവ് ആകർഷിച്ചതുകൊണ്ട് അവൻ എന്നോട് സ്നേഹം തോന്നി. Because the Lord saw me, he had his compassion, his love upon me. ദൈവം നമ്മെ സ്നേഹിച്ചു. God loved us. ഈ ഭൂമിയിലേക്ക് വരികയാണ്. He's come to this earth. എന്തിനു വേഷത്തിൽ മനുഷ്യനായി? Why did he take on the form of a man? നിന്റെ റെഡീമർ ആകാൻ. To become our redeemer. എന്തിനു വേഷത്തിൽ മനുഷ്യനായി? Why did he take on the form of a man? നിനക്ക് വേണ്ടി യഹൂദ ഗോത്രത്തിൽ ഒരു കുഞ്ഞാടാകാൻ. To be the lamb in the tribe of Judah for our sake. എന്തിനു വേഷത്തിൽ മനുഷ്യനായി? Why did he take on the form of a man? നിനക്ക് വേണ്ടി മരിക്കാൻ. To die for you. യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് ലാഭമായിരുന്നു. The death of Christ is a profit to us, a gain to us. നമുക്ക് നാല് കാര്യമാണ് ലഭിച്ചത്. We received four things as a result. ഒന്ന്, എൻ്റെ പാപം മോചിക്കപ്പെട്ടു. First, my sins have been covered. രണ്ട്, എൻ്റെ രോഗം സൗഖ്യമായി. My diseases have been healed. മൂന്ന്, എൻ്റെ ശാപം അവസാനിച്ചു. My curse has been ended. എൻ്റെ മുൻപിൽ നിത്യ മരണം മാറി. The eternal death has now been removed from me. എങ്ങനെ എനിക്ക് നാല് കാര്യം കിട്ടിയെന്നറിയാമോ? How did I receive these four things? ദൈവം വേഷത്തിൽ മനുഷ്യനായി വന്ന് മരിച്ചപ്പോഴാണ്. When God took on the form of a man and died for my sake. അവന്റെ മരണം എനിക്ക് ഗുണമായി മാറി. His death became a blessing to me. അവന്റെ മരണം എനിക്ക് നാല് പ്രയോജനം തന്നു. His death gave me four blessings. അത് നമുക്ക് വലിയ ആശ്വാസമായി. It's of great comfort to us. കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. Look at the verse that Lord Jesus is saying. ഞാൻ വന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. The fact that I came to you is an advantage to you. പക്ഷേ അതിനേക്കാൾ വലുത് ഞാൻ പോകുന്നതാണ്. But even greater advantage to you is that I'm going away. എന്താ ഞാൻ പോകുന്നതിന്റെ പ്രയോജനം എന്നറിയാമോ? Do you know why it's important that I go away? ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്. When I came in the form of a man.
ഞാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? Do you know how I'm going back? മനുഷ്യവേഷം കല്ലറയിൽ അടിച്ചു വെച്ചിട്ട് മഹാദൈവമായിട്ടാണ് ഞാൻ പോകുന്നത്. I have taken away the bodily form of a man, left it in the grave, and now I'm returning as a mighty God. ഞാൻ ഉയർക്കുന്നത് മഹാദൈവമായിട്ടാണ്. When I resurrected, I came up as a mighty God. ഞാൻ വന്നത് പാപമോചകനായിട്ടാണ്. I came as the one who saves you from sins. ഞാൻ ഉയർക്കുന്നത് മഹാദൈവമായിട്ടാണ്. When I resurrected, I came up as the mighty God. ഞാൻ വന്നത് തുപ്പലേൽക്കാനാണ്. I came to be spat upon. ഞാൻ ഉയർക്കുന്നത് മഹാന്യായാധിപനായിട്ടാണ്. But when I raise up, I am raising up as a great judge. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനാണ്. I came to be crucified for your sake. ഞാൻ ഉയർക്കുന്നത് മഹാപുരോഹിതനായിട്ടാണ്. But I raise up, I'm resurrected as a great priest. ഞാൻ വന്നത് വീണ്ടെടുപ്പുകാരനായിട്ടാണ്. I came as a redeemer. ഞാൻ പോകുന്നത് മണവാളനായി വീണ്ടും വരാനാണ്. I go back to come back and return as the bridegroom. ഞാൻ വന്നത് കുഞ്ഞാടായിട്ടാണ്. I came as the lamb. ഞാൻ പോകുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. I return back as a lion of the tribe of Judah. ഞാൻ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. I came to die. ഞാൻ പോകുന്നത് എന്നേക്കും താൻ മാത്രം അമർത്യതയുള്ളവനായി സ്വർഗ്ഗത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. I return back to know that I am the only one who is immortal and to be eternally sitting on the throne. കർത്താവ് പറയുന്നു ഞാൻ പോകുന്നത് അപ്രയോജനം. So Lord says it is advantageous to you that I go. ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. I came for you. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവൻ തന്നത്. I gave my life for you. നിങ്ങൾ ആരായിരുന്നു അറിയാമോ? Do you know who you were? നിങ്ങൾ പാപികളായിരുന്നു. You were sinners. നിങ്ങൾ ശത്രുക്കളായിരുന്നു. You were enemies. നിങ്ങൾ ബലഹീനരായിരുന്നു. You were weak. നിങ്ങൾ അഭക്തരായിരുന്നു. You were ungodly. നിങ്ങൾ ശത്രുക്കളായിരുന്നു. You were enemies. ഞാൻ നിങ്ങൾക്ക് ജീവൻ തന്നു. I gave you life. ഇപ്പൊ നിങ്ങൾ എൻ്റെ മക്കളായി. Now you're my children. ഇപ്പൊ ഞാൻ സ്വർഗ്ഗത്തിൽ പോവുകയാണ്. Now I'm going to heaven. നിങ്ങൾക്ക് പ്രയോജനമാണത്. It's advantageous to you. എന്താ പ്രയോജനമെന്ന് അറിയാമോ? You know what the benefit is? എൻ്റെ പദ്ധതിയുടെ കേന്ദ്രം ഇപ്പൊ നിങ്ങളാ. Because the center of my plan is now you. ഇപ്പൊ സ്വർഗ്ഗത്തിന്റെ എല്ലാ പ്ലാനും നിങ്ങളിലാണ്. Every plan of heaven is now with you. സ്വർഗ്ഗം ഇപ്പൊ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. And every plan that the heaven is orchestrating is including all of you. ഈ സ്വർഗ്ഗം വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇനി അവിടെ ചെല്ലുന്നതിന് വേണ്ടിയാണ്. And then now the heaven is waiting for us to return back or return home to ഈ heaven. പ്രപഞ്ചം മുഴുവനും കാത്തിരിക്കുന്നത് നിങ്ങളെയാണ്. The whole universe is waiting for us. നിങ്ങളിൽ നടക്കാൻ പോകുന്ന മാറ്റത്തെയാണ്. And the changes that will take place within us. ദൂതന്മാരത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Angels are observing. സ്രാഫികൾ ശ്രദ്ധിക്കുകയാണ്. The seraphims are observing. കെരൂബികളൊക്കെ ഇത് ശ്രദ്ധിക്കുകയാണ്. The cherubims are observing. നിങ്ങളാണ് എൻ്റെ പദ്ധതിയുടെ കേന്ദ്രമായിരിക്കുന്നത്. You are the focus of my plan. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പോകുന്നത് പ്രയോജനമാണ്. And that's why the Lord said it is advantageous to you that I go. എന്താണ് പ്രയോജനം? What is that benefit? ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്. I came as the form of a man. നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ്. To die for you. ഞാൻ പോകുന്നത് മഹാദൈവമായിട്ടാണ്. I go back as the mighty God. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് മരിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മഹാദൈവമായി സ്വർഗത്തിൽ ഞാൻ വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട നിമിഷങ്ങളായിരിക്കും. If I came because of my love, as I took on the form of a man and died for you, when I resurrect and return as the mighty God, how much more dear will all of you be to me if I showed you love even before? കർത്താവ് പറഞ്ഞു ഞാൻ പോകുന്ന പ്രയോജനം. It is a pure advantage that I go. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Do you understand that? യേശു ഉള്ളതാണോ പോകുന്നതാണോ പ്രയോജനം? Is it better to have Christ with us or for him to be gone? Praise God. ഇനി ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. Now let's look at that verse once again. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. It is pure advantage that I go. എന്താണ് ആ പ്രയോജനം? What is that benefit? പോകഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. If I do not go away, the helper will not come to you. ഇനി അത്രയും നമ്മൾ ഒന്നിച്ചൊന്ന് പറയാൻ പോകുകയാണ്. Now the rest of it we're going to say it together. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. It is pure advantage that I go. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ വരികയില്ല. If I do not go away, the Holy Spirit will not come to you. ഞാൻ ഉള്ളതിനേക്കാൾ നല്ലത് ഞാൻ പോകുന്നതാണ്. It's better that I go more than I stay. കാരണം ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ വരില്ല. If I don't go, the helper will not come. ഞാൻ ഉള്ളതിനേക്കാൾ നല്ലത് കാര്യസ്ഥനാണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? Doesn't that mean that it is better to have the helper than Christ himself? കർത്താവ് ഉള്ളതാണോ പ്രയോജനം? കാര്യസ്ഥനുള്ളതാണോ പ്രയോജനം? Is it more beneficial to have the Lord or the helper? ഇത് നിങ്ങളെ ഞാൻ പറയാൻ സഹായിക്കാം. I will help you to respond to that. ഒരു 20 മിനിറ്റ് എടുക്കും. By 20 minutes. നമ്മുടെ അകത്ത് കടന്നു വരുന്ന ചിന്ത പരിശുദ്ധാത്മാവിന് 3-ാം സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. In most of our minds and thought process, we have given the third place
to the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. Father, Son, and the Holy Spirit. പിതാവ് എന്ന് പറയുമ്പം താടി മുടിയൊക്കെ നരച്ച് പ്രായം ചെന്ന ഒരാളാണ്. Father, we imagine as someone with a beard and a gray hair and is aged. അദ്ദേഹമാണ് ദൈവം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പിതാവ്. That's whom we call upon as God, the Father. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നു 33 തിരുവയസ്സുള്ള യങ്സ്റ്ററാണ് കർത്താവ്. Right below him is a young man at the age of 33 and a half years of age, and that's the Lord. കൈ ഇങ്ങനെ വി പോലെ വെച്ച് ആപ്പിളിന് ചുറ്റും മുകളിലുള്ള ഒരു ഹാർട്ടൊക്കെ ആയിട്ട്. And he's got this pictures that we see of the victory symbol and the apple and different things on a picture. ഇതാണ് മനസ്സിൽ കിടക്കുന്നത്. This is what may be in some of our minds. ഇതിന്റെ മൂന്നാം സ്ഥാനത്ത് ഏറ്റവും താഴെ നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ്. And the third person, all the way at the very low end of the scale, is the Holy Spirit. അതുകൊണ്ട് പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേരുണ്ട്. As a result, there are many Pentecostals that have no relationship with the Holy Spirit. അതുകൊണ്ട് അവര് നിസ്സാരമായിട്ടാണ് കരുതിയിരിക്കുന്നത്. They consider it very trivial. അപ്പോൾ ഞാൻ ആ ഓർഡർ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. So I want to clear up that hierarchy, that order. എന്നിട്ട് ഞാൻ അവരെ 3 പൊസിഷനിൽ നിന്ന് ഞാൻ അവരെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരാം. I'm going to take you from the 3 positions that you hold them in and bring them equal to in the same position. ഇപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ മഹാദൈവമാണ്. The Lord says, I'm the mighty God. എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. And those who have seen me have seen the Father. ഞാനും പിതാവ് ഒന്നാകുന്നു. I and the Father are one. അതുകൊണ്ട് ആ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന പദങ്ങളെല്ലാം ഒന്നിലധികം പേരെ ഉൾക്കൊള്ളുന്ന പദങ്ങളാണ്. That's why we see from the very beginning of the Bible itself, when it references God, you see a plurality reference in there. എലോഹീം എന്ന പദത്തിൽ ആരംഭിക്കുകയാണത്. It starts with the word Elohim. അത് പ്ലൂറലാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. So all of you know that it's in the plural form. പിന്നീട് നമ്മൾ കാണുന്നതല്ല നാം എന്ന പദമാണ്. And then we continue to see us. ഇതിലൂടെ മനസ്സിലാക്കണം ഒന്നിലധികം ആളുകൾ അവിടെ ഉണ്ട്. So now we know there's more than one personality as a result. ഞാനും പിതാവ് ഒന്നാകുന്നു. But the Lord says, I and the Father are one. കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. Who have seen me, you have seen the Father. അവർ രണ്ടും ഒരുപോലെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. So now you know that the Father and the Son are the same. അത് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മനസ്സിലാക്കാൻ പറ്റും. And maybe without much difficulty we can understand that. പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിൽ ഈ പ്രശ്നം വന്നത്. But the problem is always with the Holy Spirit. എന്താ കാര്യമെന്ന് അറിയാമോ? You know why? പിതാവായ ദൈവം പുത്രനായ ദൈവം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന പോലെ ഒരു ആശയമല്ല നമ്മൾ മനസ്സിലാക്കുമ്പോൾ. We often don't think about it in the sense of the heavenly Father, the God, Son, the God. നമ്മൾ പുത്രൻ എന്നൊക്കെയാണ് പറയുന്നത്. We often say Son. ഈ പുത്രനും പിതാവും ഒക്കെ വന്നത് മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. And the terminology that's used for Father and Son, our terminology has been given to us for us to understand in our language. മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It's written in a way for us to be able to understand what's written. ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്. And is to reveal the love of God that is written in this fashion. ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? When it says God loves us, how do we understand that? ദൈവം പറയുന്നു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. God says I love you. നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? How do we know that? കർത്താവ് പറയാണ് ഒരു പിതാവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. And the God says I will introduce you to a father. ഏകജാതനായ മകനുള്ള ഒരു പിതാവാണ്. And this is a father with only one son. ആ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. And that father loves you. എങ്ങനെ സ്നേഹിക്കുന്നെന്ന് അറിയാമോ? Do you know how he loves you? ആ ഏകജാതനെ കാൽവറിയിൽ തകർക്കുകയാണ്. And that only begotten son is now destroyed in the Calvary. നിങ്ങൾക്ക് വേണ്ടി തകർക്കുകയാണ്. And for you he's been destroyed. അങ്ങനെ തകർത്തിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത്. And he gave his only begotten son to demonstrate his love. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു. That's when we understand the heavenly Father loves us. അപ്പോൾ അവിടെ വന്നത് പുത്രനും പിതാവും എന്നത് നമ്മെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. And so the Father and Son have come and for us to know the love of God. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം പിതാവും പുത്രനും എന്ന പദം കൊണ്ട് തസ്തികകൾ മാറുകയല്ല, അവർ ഒരേ പൊസിഷനാണ്. And they are the same being of same substance. That's not changing when we talk about the Father and the Son. പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. Now we're going to understand the Holy Spirit. യോഹന്നാന്റെ സുവിശേഷം 14:16 വാക്യമാണ്. John chapter 14 and verse 16. കർത്താവ് പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. And I will pray the Father and he will give you another helper that he may abide with you forever. ഇവിടെ പറയുന്ന പദം കണ്ടോ, മറ്റൊരു കാര്യസ്ഥൻ. Another helper is the terminology that we see there. അപ്പം മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ കാര്യസ്ഥൻ വേറെ ആരോ ആണ്. So when it says another helper, that means the actual or the first helper is someone else. ഇവിടെ കർത്താവ് പറഞ്ഞു മറ്റൊരു
കാര്യസ്ഥൻ എന്ന് വിളിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. And we know the another helper is a reference to the Holy Spirit. എന്നാൽ അവിടുന്ന് മനസ്സിലാക്കണം യഥാർത്ഥ കാര്യസ്ഥൻ ആരാണ്. So then who is the actual helper? അവിടെ മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? If you say, oh, another Anish pastor, what do you understand from that? ഇവിടെ അമേരിക്ക വന്നപ്പം എൻ്റെ പേര് കേട്ടിടത്തൊക്കെ ചോദിച്ചത് കാവാലമാണോ എന്ന്. Most people that heard my name asked me if I was the other Anish Kavalam pastor. വേറെ ചിലർ ചോദിച്ചു അനീഷ് തോമസ് റാന്നിയാണോ എന്ന്. Some people asked me, are you Anish Thomas from Rani? വേറെ ഒരു അനീഷ് ഏലപ്പറയാണോ എന്ന്. So some people asked, am I Anish Alapara? എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പേര് കൊണ്ട് ഞങ്ങൾ സാമ്യമുള്ളവരാണ്. Because our names are similar. കാര്യം നാട്ടിലെ മീറ്റിങ്ങിനൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ചിലർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് പവർ വിഷനിൽ പ്രസംഗിക്കുന്ന അനീഷ് പാസ്റ്റർ ആണോ എന്ന്. So some people when they call me for meetings will ask me, are you the pastor who speaks on Power Vision? ഞാൻ അവരോട് ഉടനെ ചോദിക്കുന്നത് കറുപ്പാണോ വെളുപ്പാണോ. The first thing I ask them is, are you talking about a dark-skinned man or a light-skinned man? അവർ പറയും കറുപ്പാണെന്ന്. And then they say a dark-skinned man. കറുപ്പാണെങ്കിൽ ഞാനാണ്. If it's a dark-skinned man, it's me. ചിലർ പറയും വെളുപ്പാണെന്ന് പറയും. Some people will say it's the light-skinned ഞാൻ man. പറയാം ഞാനല്ല എൻ്റെ സുഹൃത്ത് അനീഷ് തോമസ് ആണെന്ന് പറയും. And then I'll say that's not me, that's my friend Anish Thomas. അപ്പോൾ അതായത് പേര് കൊണ്ടൊരു സാമ്യമേ ഉള്ളൂ. And the only similarity is the name. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അലോസ് പാരാക്ലീറ്റസ് എന്നാണ് ആ വാക്ക് വരുന്നത്. It's the term, the word that's there is parakletos. അപ്പം അനദർ ആലോസ് എന്നൊരു വാക്ക് വരും. ആലോസ്. Allos is also used there. നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മറ്റൊരു എന്ന നിലയിലാണ്, അനദർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. And we understand that to mean another. അതിൽ ഏതെങ്കിലും ഒരു സാമ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. So we're looking for some similarity. എന്നാൽ ആലോസ് എന്ന പദത്തിന്റെ അർത്ഥം ഒരു വ്യത്യാസവും ഇല്ലാത്ത ആളാണ്. But the actual word's meaning is a person with no actual differences. അപ്പോൾ യഥാർത്ഥ പാരാക്ലിറ്റസുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ലാത്ത മറ്റൊരാൾ. So another person, another helper who has no differences in being or substance as the original one. അപ്പോൾ യഥാർത്ഥ കാര്യസ്ഥൻ ആരാണ്? So then who is the actual helper? 1 John chapter 2 verse 1. 1 യോഹന്നാൻ 2:1 എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിൻ്റെ അരികിലുണ്ട്. My little children, these things I write to you so that you may not sin. And if anyone sins, we have an advocate with the Father, Jesus Christ, the righteous. ഇവിടെ വന്നിരിക്കുന്ന പദം അഡ്വക്കേറ്റ് എന്നാണ് നിങ്ങൾ കാണുന്നത്. And we see in English translation the word advocate being used. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പാരാക്ലീറ്റസ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചത്. And the same root word is used there, parakletos. ആ വാക്കിന്റെ അർത്ഥമാണ് അഡ്വക്കേറ്റ്. And that word means advocate. കംഫർട്ടർ ആ വാക്കിന്റെ അർത്ഥമാണ്. A comforter is the meaning of that. ഇന്റർസെസർ ആ വാക്കിന്റെ അർത്ഥമാണ്. We see the word intercessor as a meaning. കൗൺസിലർ ആ വാക്കിന്റെ അർത്ഥമാണ്. That word also means counselor. അഡ്വൈസർ ആ വാക്കിന്റെ അർത്ഥമാണ്. We also see the meaning of advisor. അതുപോലെ തന്നെ ആ വാക്കിൽ വരുന്നതാണ് ഹെൽപ്പർ. And that in the same word is contained the meaning helper. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആരാണ് അഡ്വക്കേറ്റ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? Have you looked and paid attention who is referenced as the advocate in that verse? യേശുക്രിസ്തു എന്ന കാര്യസ്ഥനാണ്. The Christ, the helper, the advocate. എവിടാണ് ഇപ്പോൾ കാര്യസ്ഥനായിട്ടിരിക്കുന്നത്? Where is he now as the advocate? പിതാവിന്റെ അരികിലുണ്ട്. He is with the Father. ഇപ്പോൾ അദ്ദേഹം പിതാവിന്റെ അരികിലാണുള്ളത്. Now he is with the Father. പിതാവിന്റെ അരികിൽ അതായത് സ്വർഗ്ഗത്തിലാണ്. So he's in the heavens. സ്വർഗ്ഗത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് മനുഷ്യനായിട്ടാണോ? Is he now sitting there as a man? മഹാദൈവമാണ്. He's a mighty God. മഹാദൈവമായിട്ടിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരു പൊസിഷൻ വഹിക്കുന്നുണ്ട്. And the mighty God, as he sits in heaven, he holds a position on our behalf. അവൻ എൻ്റെ പാരാക്ലീറ്റസ് ആയിട്ട് അവിടെ ഉണ്ട്. He's my parakletos there. അപ്പോൾ സ്വർഗ്ഗത്തിൽ കർത്താവ് ഇപ്പോൾ മഹാദൈവമാണ്. So in the heaven, the Lord is a mighty God. സർവശക്തനാണ്. He's mighty. സർവജ്ഞാനിയാണ്. He's omniscient. അപ്പോൾ ആ കർത്താവ് എത്രത്തോളം അവിടെ സർവശക്തനാണ് അതുപോലെ മറ്റൊരാൾ, അതാണ് കർത്താവ് പറഞ്ഞു തരുന്നത്. And however powerful and mighty the Lord is in heaven, we have another helper just like that. കർത്താവ് പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണ് കാര്യസ്ഥൻ വരാൻ പോകുന്നത്. Whoever I am in heaven, that's how the other helper is coming to be with us. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. So now we understand, now we should know how the Holy Spirit comes to us.
കർത്താവ് സ്വർഗത്തിൽ എത്രത്തോളം ദൈവമാണോ അത്രത്തോളം ദൈവമായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. How much ever God is in Jesus is God in heaven, that's how much the Holy Spirit is also coming into us. കർത്താവ് സ്വർഗത്തിൽ എത്രത്തോളം അധികാരം വഹിക്കുന്നു അത്രത്തോളം അധികാരമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. How much ever authority the Lord Jesus has in heaven, that's how much authority the Holy Spirit has here on earth. കർത്താവ് എത്രത്തോളം സ്വർഗത്തിൽ ഗ്ലോറി വഹിക്കുന്നുണ്ടോ അത്രത്തോളം ഗ്ലോറി ഉള്ള ഒരാളാണ് ഇവിടെ വരാൻ പോകുന്നത്. How much ever glory is given and honored and due unto the Lord Jesus in heaven, that same measure of glory is with the Holy Spirit as he comes. കർത്താവ് എത്രത്തോളം സ്വർഗത്തിൽ ശക്തി വഹിക്കുന്നുണ്ടോ അത്രയും ശക്തിയുള്ള ആളാണ് വരാൻ പോകുന്ന കാര്യസ്ഥൻ. How much ever power the Lord Jesus has as in his heavenly realm, that's how much power the Holy Spirit comes when he comes into the earth. കർത്താവ് പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Now can you able to articulate what you just heard? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. It's to your advantage that I go. എന്താ പ്രയോജനമെന്ന് മനസ്സിലായോ? Do you know what the benefit is? ഞാൻ വന്നത് മനുഷ്യനായിട്ടാണ്. I came in the form of a man. ഞാൻ വന്നത് മരിക്കാൻ വേണ്ടിയാണ്. I came to die. ഞാൻ വന്നത് അടിയേൽക്കാനാണ്. I came to be beaten. ഞാൻ വന്നത് തുപ്പല് മേടിക്കാനാണ്. I came to receive, to be spat upon. ഞാൻ വന്നത് വസ്ത്രം വിട്ടുതരാനാണ്. I came to let my robe go. ഞാൻ എന്റെ പുറം ഉഴവുചാല് പോലെ കീറാൻ നിങ്ങൾ കാണിച്ചു തരാനാണ്. To show my back for them to beat that up. ഞാൻ മരിക്കാനാണ് വന്നത്. I came to die. എന്നാൽ പരിശുദ്ധാത്മാവ് വരുന്നത് മനുഷ്യനായിട്ടല്ല. But the Holy Spirit is not coming as a man. ദൈവമായിട്ടാണ് വരുന്നത്. He is coming as God. സർവശക്തനായിട്ടാണ് വരുന്നത്. He is coming as an almighty God. സർവജ്ഞാനിയായിട്ടാണ് He is വരുന്നത്. coming as omniscient God. ഞാൻ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ അങ്ങനെയാണ് വരുന്നത്. Whoever I am in heavens, that's how he's coming. അവനെ ആർക്കും പിടിക്കാൻ പറ്റില്ല. No one can hold him. അവനെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. Nobody can persecute him. അവനെ ലോകത്തിന് കാണാൻ പറ്റില്ല. The world cannot see him. അവനെ കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റില്ല. The grave cannot hold him. ഉപദ്രവത്തിന് ഒതുക്കാൻ പറ്റില്ല. No persecutions can hold him. അവൻ വരുന്നത് മനുഷ്യനായിട്ടല്ല. He is not coming as a man. അവൻ വരുന്നത് മഹാദൈവമായിട്ടാണ്. He is coming as mighty God. അവൻ വരുന്നത് മഹാദൈവമായിട്ടാണ്. He is coming as mighty God. ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നിടത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് മഹാദൈവമായിട്ടാണ്. Where I came in the form of a man, the Holy Spirit comes as God. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? Do you understand that? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ടോ? Has your perspectives been changed? ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? Has your thought process been changed? കർത്താവ് പറഞ്ഞ വാക്കിന്റെ ആഴം പിടികിട്ടിയോ? Do you understand the depth of what the Lord Jesus was saying? ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്ക് നിങ്ങൾ ഒന്നുകൂടെ ഗ്രഹിക്കുക. Now listen to what I'm about to say and comprehend that. ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നിടത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് മഹാദൈവമായിട്ടാണ്. Where I came in the form of a man, the Holy Spirit comes as the mighty God. Amen. കർത്താവിനെ വീട്ടിലോട്ട് ക്ഷണിക്കാനൊക്കെ എത്ര തിരക്കായിരുന്നു. You know how much people were in a haste to bring Christ into their homes? കർത്താവിനെ ഒന്ന് തൊടാൻ എത്ര തിരക്കായിരുന്നു. You know how much people pressed to touch the Lord? കർത്താവിന്റെ അടുത്തിരിക്കാൻ എത്രത്തോളം തിരക്കായിരുന്നു. So how many people pressed and stressed about sitting next to the Lord Jesus? കർത്താവിന് ഒരു വിടുതൽ പ്രാപിക്കാൻ എത്രത്തോളം അവർ നിലവിളിച്ചു. How many people cried out to receive deliverance from the Lord കർത്താവ് പറയുന്ന Jesus? വാക്ക് നിങ്ങൾ ഒന്ന് ഗ്രഹിക്കാമോ? Can you listen to the word the Lord is saying? ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്. I came in the form of a man. എന്നിലൂടെ വിടുതലിനാണ് നിങ്ങൾ കരഞ്ഞത്. You cried for deliverance from me. ഞാൻ വേഷത്തിൽ മനുഷ്യനായിട്ടാ വന്നത്. I came in the form of a man. ഞാൻ മരിക്കാനാ വന്നത്. I came to die. എന്റെ അങ്കി തൊടാനാ നിങ്ങൾ ഈ തിരക്ക് കാണിച്ചത്. You made all this haste to touch the hem of my garment. എന്നെ വീട്ടിൽ കൊണ്ടുപോകാനാ നിങ്ങൾ ശ്രമിക്കുന്നത്. You are trying to get me to come to your house. അത് നിങ്ങൾക്ക് വലിയ ഗുണമായിരുന്നു. It's a great benefit to you. എന്നാൽ അതിനേക്കാൾ വലിയൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം. But I'll give you even a greater benefit to ഇനി you. വരാൻ പോകുന്നത് മഹാദൈവമാണ്. Now who's going to come is the mighty God. അവനെ നിങ്ങളൊന്ന് തൊട്ടു നോക്കണം. Now would you be able to touch him? അവനെ നിങ്ങളൊന്ന് വീടൊന്ന് കൂടെ ഒന്ന് കൊണ്ടുപോകണം. Now you can take him and bring him along to your house. അവനെ നിങ്ങൾ വീട്ടിലോട്ടൊന്ന് ക്ഷണിക്കണം. Invite him into your house. അവന്റെ കൂടെ ഒന്ന് ഇരുന്ന് നോക്കണം. Sit with him. അവന്റെ കൂടെ ഒന്ന് വസിച്ചു നോക്കണം. Live with him. നിങ്ങളിൽ നടക്കുന്ന മാറ്റം വലുതായിരിക്കും. The changes that will take place in you will be great. ഇന്ന് രാത്രി പ്രാർത്ഥനകൾ മാറട്ടെ. Let the prayers of us change. കാഴ്ചപ്പാടുകൾ മാറി Let തുടങ്ങണം. the perspectives change. ഇന്ന് രാത്രി കരയുന്നെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കണം. If we're going to pray tonight, let's pray for a divine encounter with the Holy Spirit. കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ടോ? Young people, do you understand? പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? Do you understand who the Holy Spirit is? പരിശുദ്ധാത്മാവ് ദൈവമാണ്. Holy Spirit is God. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പേരുകൾ പെട്ടെന്ന് പറയാം. Let me give you the names of the Holy Spirit. Matthew 10:20. 10:20. ഒന്ന് ശ്രദ്ധിക്കൂ. Matthew 10:20. മത്തായി സുവിശേഷം 10:20 വാക്യം. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്നത്
പിതാവിന്റെ ആത്മാവത്രേ. It's not you who is talking, but the Holy Spirit in you is talking. സ്പിരിറ്റ് ഓഫ് ഫാദർ. The Spirit of your Father who speaks in you. പരിശുദ്ധാത്മാവിന്റെ പേര് നിങ്ങളൊന്ന് ഉറക്കെ പറയാമോ? Can you say the name of the Holy Spirit? സ്പിരിറ്റ് ഓഫ് ഫാദർ. Spirit of Father. പിതാവായ ദൈവത്തിന്റെ ആത്മാവ്. The Spirit of the Holy Father, Heavenly Father. പിതാവായ ദൈവവും പിതാവായ ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പൊസിഷൻ കൊണ്ട് മാറ്റം വല്ലതുമുണ്ടോ? Is there a difference in position between the Heavenly Father and the Spirit of the Heavenly Father? നമ്മൾ മൂന്നാം സ്ഥാനത്തായിട്ടിരുന്നേ. We gave the Holy Spirit the third place. കർത്താവ് കൃത്യമായി പറഞ്ഞു വന്നിരിക്കുകയാണ്. And the Lord has clearly told us. സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ആത്മാവാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. The Father in heaven, His Spirit is the one who has come. He is the Holy Spirit. അദ്ദേഹവുമായി ബന്ധമില്ലാത്ത പെന്തക്കോസ്തുകാരൻ നിന്നെ ആരാ ഇതിനകത്ത് ഇരുത്തിയത്? And those of us that have no relationship with the Holy Spirit, how do you come into such a sanctuary? എത്ര അപകടമാണിത്! How dangerous it is. ഈ അപകടത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നില്ല. And we have no discernment about the danger that awaits us. നമ്മൾ പറയുന്നു പിതാവേ പിതാവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. We are crying out, Father, Father. പരിശുദ്ധാത്മാവ് പറയുന്നു ഞാനാണ് പിതാവിന്റെ ആത്മാവ്. And the Holy Spirit is telling us, I am the Spirit of the Father. നീ എന്നെ എന്താ കൂടെ കൊണ്ടുപോകാത്തെ? Why are you not taking me along with you? ഞാൻ നിന്റെ കൂടെ വരണ്ടേ? Should I not come with you? Praise God. Amen. വീണ്ടും റോമൻസ് 8:9. റോമാലേഖനം 8:9 ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. But if you're not in the flesh but in the spirit, if indeed the Spirit of God dwells in you, now if anyone does not have the Spirit of Christ, he is not his. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. It says there, those who don't have the Spirit of Christ is not of Christ. പരിശുദ്ധാത്മാവിന്റെ പേര് നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കണം. So look at the name of the Holy Spirit once again. ക്രിസ്തുവിന്റെ ആത്മാവ്. The Spirit of Christ. ക്രിസ്തുവിന്റെ ആത്മാവും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ? Is there a difference between Christ and the Spirit of Christ? നമ്മൾ എത്രയോ മണ്ടത്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. What foolishness have we done? ക്രിസ്തുവിന്റെ ആത്മാവ് ഒരേ പൊസിഷനാണ്. The Spirit of Christ and Christ have the same position. പഴയ നിയമം മുഴുവൻ പറയുന്ന യഹോവയുടെ ആത്മാവ്. In the Old Testament we see the Spirit of Jehovah. പുതിയ നിയമത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്. In the New Testament we see the Spirit that comes from God. പുത്രത്വത്തിന്റെ ആത്മാവ്. The Spirit of sonship. പുത്രന്റെ ആത്മാവ്. The Spirit of Son. ദൈവത്തിന്റെ ആത്മാവ്. The Spirit of God. ദൈവത്തിന്റെ ആത്മാവ്. The Spirit of God. ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ്. The Spirit of God that first hovered over the waters. ഭൂമി പാഴും ശൂന്യമായിരുന്നു. The earth was empty and void. ഈ ഭൂമിയെ ഈ മനോഹരമാക്കിയത് പരിശുദ്ധാത്മാവാണ്. What made this earth beautiful was the Holy Spirit. ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു. This earth was void and empty. പക്ഷേ പരിശുദ്ധാത്മാവ് ആ ഭൂമിയുടെ മേൽ പരിവർത്തിക്കുകയായിരുന്നു. But the Holy Spirit was hovering over the earth. ആ ഭൂമിയിൽ കിളിർപ്പുണ്ടായി സസ്യങ്ങൾ ഉണ്ടായി പാർക്കുന്ന രീതിയിൽ അത് മോഡിഫൈ ചെയ്യപ്പെട്ടു. And this earth became life-giving, and all of a sudden the herbs and the plants started to happen, and then the earth itself became more beautiful. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ ഇങ്ങനെ മാറ്റം നടന്നെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായാൽ നടക്കാൻ പോകുന്നത് എത്ര വലിയ മാറ്റങ്ങളായിരിക്കും. Amen. If the Holy Spirit hovering over the earth can bring about such changes on the earth to beautify it, if he gets a hold of us and starts to transform us, can you imagine what the Holy Spirit can do through our lives and in our lives? ഒരുപക്ഷേ നിങ്ങളെക്കുറിച്ച് എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. Maybe about you most people talk negative things. ഒന്നിനും കൊള്ളത്തില്ല. Oh, you're good for nothing. കഴിവില്ല. And they have no abilities. കാണാൻ കൊള്ളത്തില്ല. They're not good to look at. ആരോഗ്യമില്ല. They're not strong. പഠിപ്പില്ല. They have no education. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. And those are things that everybody says. പരിശുദ്ധാത്മാവ് പറയുന്നതല്ല. But that's what the Holy Spirit says. ഞാൻ നീയുമായിട്ടൊരു ബന്ധമുണ്ടായാൽ മാറ്റം നടക്കാൻ തുടങ്ങും. If we have a relationship with one another, changes will start to take place. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. I'll give you the reason for that. ജോബിന്റെ പുസ്തകം 33:4 ജോബ് 33 verse 4. Job 33 and verse 4. ദൈവത്തിന്റെ ആത്മാവിനെ The Spirit of God has made me, and the breath of the Almighty gives me life. നമ്മുടെ പ്രതിനിധിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. I have a representative here. ഇത് നമ്മുടെ പ്രതിനിധിയാണ്. It's our representative.
ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രതിനിധിയാണ്. And I am the representative of Holy Spirit. നിങ്ങൾ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. Pay attention to that verse. വാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? Do you understand that verse? ഇത് നമ്മുടെ പ്രതിനിധിയാണ്. He is our representative. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടിച്ചതാണ് ഇതിനെ. It says the Spirit of God has made him. ഞാൻ ദൈവത്തിന്റെ ആത്മാവാണ്. If I am the Holy Spirit, സൃഷ്ടിച്ചത് ഇദ്ദേഹത്തെയാണ്. I have made him. എവിടെ ജനിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. I decided, the Holy Spirit decided where he should be born. പേരൻസ് ആരാകണമെന്ന് ഞാൻ തീരുമാനിച്ചു. I decided, the Holy Spirit decided who should be his parents. എത്രയും ആരോഗ്യം വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. I decided how strong he should be. എത്രയും ബുദ്ധി വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. I decided how much intelligence that he should have. സ്കിൻ ടോൺ ഏത് വേണമെന്ന് ഞാൻ I തീരുമാനിച്ചു. decided what skin color he should അപ്പോൾ have. ഒന്നോർക്കണം, മാനുഫാക്ചറിങ് ഞാനാണ് നടത്തുന്നത്. So the Holy Spirit does the manufacturing. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഓഫർ എന്താണെന്നറിയാമോ? You know what the offer is that the Holy Spirit gives unto us? കർത്താവ് നമുക്ക് തരുന്നൊരു വലിയ വെളിപ്പാടാണ്. It's a revelation that the Lord Jesus gives unto us. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. And the Holy Spirit will be with you at all times. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. Every day he's with you. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും. Continuously he's with you. സൃഷ്ടാവ് സൃഷ്ടിയോട് കൂടിയിരുന്നാൽ എന്തായിരിക്കും നടക്കുന്നത്? Creator, if the Creator is always with the creation, we know what the environment looks like. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ട ഒരു വലിയ വിടുതൽ ഇതാണ്. This is the revelation and the deliverance that we need to have by praying and receiving. നിങ്ങൾ ജോലി കിട്ടാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. You may have cried to get a job. സൗഖ്യത്തിന് കരഞ്ഞിട്ടുണ്ട്. You may have prayed for healing. വീട് കിട്ടാൻ കരഞ്ഞിട്ടുണ്ട്. You may have cried for a house. വിവാഹത്തിന് കരഞ്ഞിട്ടുണ്ട്. You may have prayed for your wedding. പക്ഷേ ഇതെല്ലാം നിങ്ങളെ സൃഷ്ടിച്ചവനുമായിട്ടൊരു ബന്ധത്തിന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? But have you cried out and prayed for a relationship with your Creator? ഈ ബന്ധം നടന്നാൽ എല്ലാം ഇതിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. If this relationship is established, everything else that you need will follow from that. ഇന്ന് ഏറ്റവും വലിയ കാര്യമായിട്ട് ഇത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടണം. This is the greatest thing that we should include within our prayers. ഈ ഒരു ബന്ധം തുടങ്ങാനാണ് പ്രയാസം. To start this relationship is the most difficult ഇത് thing. തുടങ്ങിയാൽ നിത്യത വരെ തുടരുന്ന ഒരു ബന്ധമാണ്. But if you once you establish it, that relationship is ongoing until eternity. ഇത് തുടങ്ങാനേ പ്രയാസമുള്ളൂ. It's only difficult to start. നിത്യത വരെ തുടരുന്ന ബന്ധമാണ്. But it's a relationship that continues until eternity. എന്താ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. Do you know what the meaning of it is? ഇനി കാഹളം ഇനി നിങ്ങൾക്ക് രണ്ട് കാര്യം മുൻപിൽ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകും. കർത്താവിന്റെ വരവോ മരണമോ ഉണ്ടാകും. Two things unexpectedly will happen in our life. Either we die or the Lord comes. ഇത് രണ്ടും നടന്നാലും ഈ ലോകത്തിൽ ആരും നിങ്ങളുടെ കൂടെ കാണുകയില്ല. And if either one of those things happen, nobody from this world will be with you. ഈ രണ്ടും നടക്കും ഒരു മനുഷ്യനും നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. If either one of these takes place, no person on this earth will accompany us. പക്ഷേ ഈ രണ്ടിടത്തും കൂടിരിക്കാൻ പ്രാപ്തനായ ഒരുവനാണിത്. But there's one person who is able to be with us in both of those situations. മരണമാ വരുന്നതെങ്കിൽ സെമിത്തേരിയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കുന്നത് ഞാനാണ്. If death comes first, the Holy Spirit is the one who raises you from the grave. കാഹളനാദം മുഴങ്ങുമ്പോൾ സെമിത്തേരിയിൽ നിന്റെ ഡെഡ് ബോഡിയെ ഉയർപ്പിക്കുന്ന ആളാ നിന്റെ കൂടെ വരാൻ തീരുമാനിക്കുന്നത്. The Holy Spirit who's decided to come with you is the one, if you are dead and buried in the grave, when the trumpet sounds, he is the one able to transform you and to raise your body. ഇനി ഇതെല്ലാം കാഹളമാ മുഴങ്ങുന്നതെങ്കിൽ ജീവനോടെ നിന്നെ രൂപാന്തരപ്പെടുത്തി കൊണ്ടുപോകുന്ന ആള് നിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്. But if it's not the death but the trumpet sounds first, then the one that is with you is the one who's able to transform you to take you up into the heavens. ഇന്ന് രാത്രി ഈ ഒരു എൻകൗണ്ടർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire that encounter? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം ഇതാണ്. This is the greatest thing in our life. ഏതെങ്കിലും വ്യക്തികളെ അല്ല നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്. Don't bring about somebody else, some other person with you. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പെട്ടെന്ന് പറയുകയാണ്. I'll tell you more things about the Holy Spirit that we should understand. പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. Think about the names given to the Holy Spirit. അതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജെൻഡർ ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? Have you looked at the gender in which the Holy Spirit is referenced? പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് മുഴുവനും മസ്കുലൈൻ ജെൻഡർ ആണ്. The Holy Spirit is always referred to in the masculine gender. കറക്റ്റ് അല്ലേ? Is it correct? നിങ്ങളെ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാമോ? Have you recall those verses? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങൾക്ക് തരും ലോകം അവനെ. When I'll pray to the Father, he'll give another helper, he'll come and sit with you, but the world will not know or see him. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. It's to your advantage that I go. If you do not go away, the helper will not come. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. When I go, I will send him to you.
അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. So the Holy Spirit is a person. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. The Holy Spirit is a person. മഹാദൈവമാണ്, അപ്പോൾ തന്നെ വ്യക്തിയാണ്. He's a mighty God, at the same time he's a person. നമ്മൾ ഈ മഹാദൈവവും വ്യക്തിയായ ആളെ നമ്മൾ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? You know how we have referred to him, who's a mighty God and a person? കാറ്റ്, തീയ്, എണ്ണ, മഴ, പ്രാവ്, wind, fire, oil, dove. പലത് ഇവിടെ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും പ്രാവ് കാണുന്നു. I don't see any doves symbolized here, but everywhere else I've been, I've seen the dove. നാട്ടിലാണെങ്കിൽ ഫുൾ പ്രാവാ. ഇവിടുന്ന് ഒലിവലയും കൊണ്ടിരുന്നൊരു പ്രാവ് കാണും, ഗ്ലോബിൻ്റെ മുണ്ടയ്ക്കുന്നൊരു പ്രാവുണ്ട്, പിന്നെ വേദപുസ്തകത്തിൽ നിന്ന് പറക്കുന്നൊരു പ്രാവ്, പിന്നെ അവിടെ മേഘത്തിനിടയ്ക്കുന്ന വരുന്ന പ്രാവ്. ഇല്ല, അവിടെ ഇല്ലെന്ന് തോന്നുന്നു. So wherever in Kerala we see dove coming with the olive branch, and there's a dove that is sitting on a globe in the middle of the church, and there's a dove that's coming from an open Bible. We see all these pictorials there. നമ്മൾ വിചാരിച്ചു പ്രാവാണെന്ന്. Sometimes we think he's a dove. പരിശുദ്ധാത്മ പ്രാവല്ല, പ്രാവെന്ന പോലെ. He's not a dove, he came as a dove. അത് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന്റെ അവസാന ആളത് കണ്ടത്. And it's the Old Testament, the last person in the Old Testament who saw that revelation. അതിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, അതുവരെ പരിശുദ്ധാത്മ ഭൂമിയിലേക്ക് വന്നിരുന്നില്ല. And then it says there the Holy Spirit had not come to the earth until that moment. അത് കഴിഞ്ഞാണ് മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് വരുന്നത്. And then it's only after that the Holy Spirit comes in the upper room. അത് കഴിഞ്ഞ് ആരും പ്രാവെന്ന് വിളിച്ചിട്ടില്ല. And after that nobody has referred to the Holy Spirit as a dove. ഇന്നത്തെ പെന്തക്കോസ്തുകാരെല്ലാം പഴയ നിയമത്തിൽ ജീവിക്കുവാണ്. So many Pentecostals are still living in the Old Testament. അവരിതുവരെ കാൽവറി ഒന്നും അറിഞ്ഞിട്ടില്ല. They haven't actually understood Calvary quite yet. അത് കഴിഞ്ഞ് ഈ അപ്പോസ്തല പ്രവൃത്തി ലേഖനം ഒന്നും കണ്ടിട്ടില്ല. They haven't seen the Acts of the Apostles or the letters written after that. ഇപ്പോഴും പ്രാവിനെയും വരച്ച് അവരിയ്ക്കുക അവിടെ. And now they're still drawing dove and the Holy Spirit and still sitting there. പുറപ്പാട് 20 എഴുതിയിട്ടുണ്ട്, ആദ്യത്തെ 3 കൽപ്പനയും വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ടാണ്. And in Exodus chapter 20 we see the first commandments being given to us in terms of idol worship. യാതൊന്നിന്റെയും പ്രതിമയരുത്. And let not an image of anything be created. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രാവിന്റെയും പാടില്ല. If that's the case, don't make it for dove either. അതിനേക്കാൾ എന്ത് നല്ലതാ, വെളിപ്പാടി കുഞ്ഞാട് നീ യോഗ്യൻ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കുഞ്ഞാടിന്റെ പടം കൂടെ വെക്കാവോ? So in Revelation we see even a more beautiful description, "O Lamb of God, you are worthy." So can we then have a picture of a lamb? പരിശുദ്ധാത്മാവിനെ കാറ്റും തീയും മഴ എണ്ണ എന്നൊക്കെ പഴയ നിയമത്തിലാണ് പറഞ്ഞത്. In the Old Testament we see the Holy Spirit referenced as the wind, the fire, the oil and different things like that. അതെല്ലാം നിഴലുകളാണ്. It's all shadows. പരിശുദ്ധാത്മാവ് മാളികമുറിയിൽ വന്നു കഴിഞ്ഞതോടുകൂടി അപ്പോഴാ പിടികിട്ടിയത് നിഴലും പൊരുളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. When the Holy Spirit came upon them in the upper room, we see there's a difference between the foreshadowing and the reality. അതുവരെ പഴയ നിയമത്തിൽ ശക്തി മാത്രമേ വന്നിട്ടുള്ളൂ. And until then the Old Testament only saw the power of the Holy Spirit. അത് മാത്രമാണ് വന്നിരുന്നത്. That's the only thing that came. അതാണ് സ്നാപക യോഹന്നാൻ വരെ അറിഞ്ഞത്. That's what John the Baptist knew. എന്നാൽ നമ്മൾ മാളികമുറി കഴിയുന്നതോടുകൂടി പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തിയായി ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. ആ വെളിപ്പാടിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. But from the upper room onwards we must understand and know the Holy Spirit not just as a power but as a person who has appeared and moves forward in that manner. ഈ വ്യക്തിയെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? Now do you understand this person? ഇനി ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നത്? How can we maintain this relationship with this person? പെന്തക്കോസ്തുകാരുടെ പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് അറിയാമോ? Do you know what the relationship of Pentecostal to this person? പാട്ട് പാടുന്നു, അവസാന സ്റ്റാൻസ് റിപ്പീറ്റ് പാടുന്നു, ഹൃദയം ഒരു 165 പോകുന്നു. The first song is sang, the last stanza of the song is repeated and the tempo changes to 165. അത് വർഷിപ്പ് ചെയ്യുന്ന ആളുകൾ അവരൊരു കണക്ഷനാണ് ഇങ്ങനെ കാണിക്കും. അന്നേരം അവർക്കറിയാം ഇത് ഞങ്ങൾ 165 പോകണമെന്ന്. And so those who are leading the songs will make some sort of sign, and that sign the instrument players know what it means, and then they'll increase the tempo. അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആളോ അത് കൂട്ടിയിടും, നമ്മൾ കണ്ണു അടച്ച് അതിന് താളത്തിലടിക്കും. And one of those two people will increase the tempo. All of us will just join with them with our eyes closed. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡ്രം എടുത്തിട്ട് ചരിച്ചു വെച്ചടിക്കും. If not, we'll take the single drum and we'll play that. അന്നേരം പാസ്റ്റർ കാണിക്കും അടിക്കുന്ന ആളെ,
കാണിച്ചു കൊടുക്കും. And then the pastor makes a sign and says, keep on going. അന്നേരം ആ പുള്ളി ഇങ്ങനെ അടിക്കും. Then that person starts to increase the tempo. നമ്മൾ ആ താളത്തിലടിക്കും. And we also join with that rhythm. അവസാനം ആ സമയം നോക്കിയിട്ട് പാസ്റ്റർ പറയും മതി. And then after looking at the clock, the pastor will say, okay, that's enough. ഉടനെ ആ താളം കുറയും. Then the tempo decreases. ഡും 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 ഡും. ലാസ്റ്റ് ഡുമ്മിന് തീരും. With that last doom, it's done. കാരണം നമ്മൾ ഈ പഴയ നിയമത്തിലെ യഹോവയുടെ ആത്മാവെന്ന ശക്തിയെ മാത്രമാണ് അറിഞ്ഞത്. Because we have only known in the Old Testament reference of the power of the Holy Spirit. കാരണം വീണ വായിക്കുന്നവർ വരട്ടെ, ഞാൻ പ്രവചിക്കണം എനിക്ക്. Let those who play the harp come. I want to prophesy. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഒരുപാട് പേര് പറയുന്നുണ്ട്, വീണ വായിക്കുമ്പോൾ പ്രവചിച്ചിട്ടില്ലേ? എടാ മണ്ട, അത് ശക്തി വന്ന പഴയ നിയമമാണ്. That only took place when the power was here. Those who play the harp and prophesied only when the power was here. പുതിയ നിയമത്തിൽ പവർ അല്ല വന്നത്, ആള് വന്നിരിക്കുകയാണ്. But in the New Testament, it's not just the power; the person has arrived. ഏതെങ്കിലും ഒരു സമയമല്ല കൂടിയിരിക്കേണ്ടത്. It's not just on occasions that he sits with us. പാട്ട് പാടുമ്പോൾ മാത്രമല്ല, Not when we sing songs. ഋതം വരുമ്പോൾ മാത്രമല്ല, Not when the rhythm is played. കാരണം ആത്മീയ യുദ്ധത്തിന്റെ വേദിയിൽ നീ നിൽക്കുന്നത് ഹോളിലല്ല, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ്. It's not that we fight the spiritual battle, not when we stand in the sanctuary, it's when we stand alone. നിന്റെ ബുദ്ധിയും നിന്റെ ശരീരവും കൃത്യമായി മനസ്സിലാക്കി പിശാച് നിനക്കെതിരെ വരുമ്പോ നിന്റെ കൂടെ നിൽക്കാൻ ഇങ്ങനൊരാൾ വേണം. When the devil comes knowing all of your weakness and comes against you with attacks, you need someone to stand alongside of you. തോൽക്കാതിരിക്കാൻ നമുക്ക് കരുത്തനായ ഒരാൾ ഇന്ന് രാത്രി കൂടെ വേണം. We need someone who will enable us to stand without failing in those instances. നമ്മൾ പൊരുതേണ്ട ആത്മരൂപികളോടാണ്. We are fighting against spiritual principles. ഇന്ന് രാത്രി കൂടെ നിൽക്കേണ്ടത് പരിശുദ്ധാത്മാവെന്ന വ്യക്തിയാണ്. Who must stand with us is the person of the Holy Spirit. ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുക്കുക. So let's decide that we will walk along with the Holy Spirit. ഞാൻ പറയുന്നത് പാട്ട് കൊണ്ടോ ആരാധന കൊണ്ടോ ഈ ബന്ധം തീരരുത്. What I'm telling you is with a song or worship, let not this relationship be severed. ഇന്ന് മീറ്റിംഗ് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞാലും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുമായി വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. Even when the benediction is said, you must still continue to travel with the Holy Spirit alongside of you. നിങ്ങളുടെ ജോലി സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പോകണം. When your workplace, go with the Holy Spirit. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകണം. Wherever you're studying, bring the Holy Spirit with you. നിങ്ങൾ എവിടെ പോയാലും പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകണം. Everywhere you go, bring the Holy Spirit with you. പരിശുദ്ധാത്മാവുമായിട്ടല്ലാതെ ഒരു ചുവട് വെക്കരുത്. Without the Holy Spirit accompanying you, do not take a single step. Praise God. നിങ്ങളുടെ അകത്ത് എത്ര പേരുടെ അകത്ത് ഇത് കയറുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. How many of you are truly comprehending this message? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Do you understand? പരിശുദ്ധാത്മാവിന് പേഴ്സണാലിറ്റി ഉണ്ട്. There's a personality to the Holy Spirit. പരിശുദ്ധാത്മ വ്യക്തിയാണെന്ന് മാത്രമല്ല, വ്യക്തിത്വമുണ്ട്. He is not just a person, he has a personhood or a personality. പരിശുദ്ധാത്മാവ് അവരെ നിർബന്ധിച്ചു. The Holy Spirit compelled them. പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. The Holy Spirit interceded for them. പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. The Holy Spirit prohibited them. പരിശുദ്ധാത്മാവ് അവരെ നിർബന്ധിച്ചു. The Holy Spirit compelled them. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു. The Holy Spirit spoke to them. പരിശുദ്ധാത്മാവ് അവരെ ഉപദേശിച്ചു. The Holy Spirit counseled them. പരിശുദ്ധാത്മാവ് വഴി നടത്തി. The Holy Spirit guided them. തലമുറകൾക്ക് ഇങ്ങനെ ഒരാളല്ലേ വേണ്ടത്? Are the generations, do we need someone like this? മക്കളെ, നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല മെന്ററെയാണോ? Do we need a good mentor, young people? ഹോളി സ്പിരിറ്റിനേക്കാൾ നല്ലൊരു മെന്ററിനെ കിട്ടാനില്ല. There's not a single mentor that is better than the Holy Spirit. നിങ്ങൾക്ക് വേണ്ടത് കരുതാൻ ഒരാളാണോ? You need somebody to take care of you. ഹോളി സ്പിരിറ്റിനേക്കാൾ നല്ലൊരു പ്രൊവൈഡർ നിങ്ങൾക്ക് കിട്ടാനില്ല. There is not a single provider that's better than the Holy Spirit. നിങ്ങൾക്ക് ഒരു ആശ്വാസമാണോ വേണ്ടത്? Do you need some comfort? നിങ്ങൾക്ക്
കംഫർട്ടറായ ഹോളി സ്പിരിറ്റിനെ ആണ് നിങ്ങൾക്ക് വേണ്ടത്. It is only the Holy Spirit who's the greatest comforter who there is. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of us desire that? പരിശുദ്ധാത്മാവായിട്ട് ഒരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire a relationship with the Holy Spirit? ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ പോകുകയാണ്. Let me tell you one more thing along with that. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മനസ്സിലാക്കി ഇനി നിറയുക എന്ന പദം ഞാൻ പറയുകയാണ്. Now you know who the Holy Spirit is. Now it talks about being filled. എന്താണ് നിറയുക? What does it mean to be filled? നമ്മൾ പലരും പറയുന്നു ഇപ്പോൾ ഉണ്ട് രക്ഷിക്കപ്പെട്ട ഉടനെ ആത്മാവ് അങ്ങ് വന്നു. And most people say, oh, the moment you're saved, the Holy Spirit has already come. അങ്ങനെ കുറെ പേര് കരുതി വെച്ചിട്ടുണ്ട്. And so many people have that understanding. നമ്മൾ ഈ ആത്മരൂപികളെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ. That's because we don't understand the spiritual aspect. പിശാച് എങ്ങനെ വരുന്നതെന്ന് അറിയാമോ? Do you know how the devil comes? പിശാച് ആദ്യമേ ഒരാളിൽ സ്വാധീനം ഉറപ്പിക്കുകയാണോ? Is it that he establishes an influence in someone from the very onset? പിശാചിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല കൃത്യമായ അറിവൊക്കെ ഉണ്ട് കേട്ടോ. About the devil we have some clear understanding of who he is. പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതില്ല. But about the Holy Spirit we don't have that. പിശാച് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? You know how the devil comes? Gospel of John 13 verse 2 ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമോ? യോഹന്നാൻ 13:2 Gospel of John chapter 13 and verse 2. And the supper being ended, the devil having already put it into the heart of Judas Iscariot, Simon's son, to betray him. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. Yes, he already put it into his heart to betray him. അവിടെ പിശാച് കേറിയെന്നല്ല എഴുതിയിരിക്കുന്നത്. It doesn't say the devil entered. യൂദയുടെ അകത്തൊരു തോന്നൽ കൊടുത്തു. He planted a seed, a thought into Judas's mind. അപ്പോൾ പിശാച് കേറുന്നതിന് മുൻപുള്ള ഫസ്റ്റ് സ്റ്റേജ് തോന്നിപ്പിക്കുകയാണ്. And the first thing the devil does, the first step in the way the devil influences is to mess with our mind or thought process. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വരികയല്ല. So similarly, when we are saved, all of a sudden the Holy Spirit is not coming. അടുത്ത് വന്നിട്ട് തോന്നിപ്പിക്കുകയാണ്. So he's coming near us. Now he's planting a seed, a thought. എടാ നീ പാപിയാണ്. You are a sinner. എടാ നിനക്ക് പാപമുണ്ട്. There's sin within you. യേശുവിനെ കർത്താവെന്ന് പറ. Confess that Christ is the Lord. യേശുവിനെ രക്ഷിതാവെന്ന് സ്വീകരിക്കുക. Receive Christ as your Savior. അപ്പോൾ നമ്മളെല്ലാം കൂടെ പാപം അറിഞ്ഞിട്ട് അങ്ങനെ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് കരഞ്ഞു. And then us recognizing our sin, we would cry out, Lord, forgive us, forgive us. ഉടനെ പരിശുദ്ധാത്മാവ് നമ്മളെ കഴുകി അങ്ങ് ശുദ്ധീകരിച്ചു. And now all of us, the Holy Spirit sanctifies us and cleanses us. ഇത്രയുമാണ് തോന്നിപ്പിച്ചപ്പോൾ നമ്മിൽ നടന്നത്. That's what happened when the thought was placed into us. ഇതാണ് രക്ഷയിൽ നടന്ന കാര്യം. That's what happened in salvation. ഇനി എന്താ നിറമെന്ന് അറിയാമോ? You know what the filling is? ഈ 27-ാം വാക്യം പിശാച് കയറി വരുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. Look at verse 27. അത്താഴം വായിച്ചു. Now after the piece of bread Satan entered him, then Jesus said to him, what you do quickly. കണ്ണം വാങ്ങി ഉടനെ സാത്താൻ അവനിൽ കടന്നു. When the bread was received, that moment Satan entered into him. ആദ്യം തോന്നിക്കുകയായിരുന്നു അടുത്ത് നിന്ന്. So first there was a thought that was planted. അതിന്റെ സീഡ് ഇട്ടുകൊണ്ടിരുന്നു. And he planted the seeds of that thought. കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ അകത്തോട്ട് കയറി. And after a while he entered into him. പരിശുദ്ധാത്മാവ് ഇത് തന്നെ ചെയ്യുന്നേ. The Holy Spirit does the same thing. രക്ഷിക്കപ്പെടുന്ന ഉടനെ വന്ന് ഇറങ്ങുകയല്ല. It's not that we were saved all of a sudden he makes an entrance. ആദ്യം പാപബോധം തരുന്നു. Now he makes us aware of our sin. യേശുവിനെ കർത്താവെന്ന് പറയിക്കുന്നു. He tells us that Christ is Lord. പാപിയായ നമ്മളെ ആ സമയം കൊണ്ട് കഴുകുന്നു. And then he cleanses us from us we are sinners. ഇത്രയുമാണ് നടക്കുന്നത്. That's what happened. നമ്മൾ രക്ഷിക്കപ്പെടുന്നു. And we are saved. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. Then now we're waiting. നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കുകയാണ്. And now the Holy Spirit is entering into us. കേറി കഴിഞ്ഞാൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമോ? Do you know what happens when the Holy Spirit enters ഇവിടെ into us? യൂദയിൽ കടന്നപ്പോൾ എന്താണ് ചെയ്തത്? When the devil entered Judas, what happened? യൂദയുടെ നിയന്ത്രണം മുഴുവൻ നഷ്ടപ്പെട്ടു. The control of Judas was lost. യൂദയുടെ ബ്രെയിൻ പിശാച് നിയന്ത്രിക്കാൻ തുടങ്ങി. The brain of Judas was now influenced and controlled by his devil. യൂദയുടെ ബോഡി നിയന്ത്രിക്കാൻ തുടങ്ങി. He started to control the body of Judas. അപ്പോഴാണ് നമ്മൾ പറയുന്നത് പിശാചായവൻ. അവനെ കുറിച്ച് പറയുന്നു നമ്മളിൽ ഒരുവൻ പിശാചാണ്. That's why it says one of among you is the devil. കാരണം അവന്റെ ബുദ്ധിയും ശരീരവും പിശാചും നിയന്ത്രിക്കാൻ തുടങ്ങി. Reason being his body, his mind is now controlled by the devil. നമ്മളിപ്പോ എവിടെ വരെ എത്തി? Where have we reached? ഇന്നത്തെ പെന്തക്കോസ്തുകാർ ഇതിൽ എവിടെ വരെ എത്തി? Where are the Pentecostals? How far they come? നമ്മൾ ഈ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുക.
We're still having thoughts planted, കാരണം ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുക. and still thoughts are being planted. അതിനിടയ്ക്ക് അപ്പുറത്തുനിന്ന് പിശാചും തോന്നിക്കുക. And on the other side, the devil is also planting thoughts. അവിടുന്ന് ഒരു വിടുതൽ നമ്മൾ എടുക്കണം. From there, we must have a deliverance. നമ്മുടെ ബ്രെയിൻ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യണം. Our brain must be controlled by the Holy Spirit. നമ്മുടെ ബോഡി പരിശുദ്ധാത്മാവ് കൺട്രോൾ The ചെയ്യണം. Holy Spirit should control our body. ആ മോനെ ഇങ്ങോട്ടൊന്ന് വിടാമോ? കണ്ണാടി വെച്ച മോനെ. ബേബി പ്ലീസ് കം. Andrew. ആൻഡ്രൂ വാ, ഓടിയോ. ശ്രദ്ധിച്ചോണേ, നമ്മുടെ പ്രതിനിധി അടുത്തൊരാളെ കൊണ്ടുവരിക. കാര്യം എല്ലാവരെയും ഞാൻ വിളിക്കും. He's the next person to be used as a representative. Stand there. ഒന്നും ചെയ്യണ്ട കേട്ടോ. Don't be afraid, okay? ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. We are two people. ഇത് മനുഷ്യൻ, ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രതിനിധി ദൈവം. He is the representative man. I am the representative of the Holy Spirit. എങ്ങനെയാ ഞങ്ങൾ നിറയുന്നത്? How do we become filled? പരിശുദ്ധാത്മാവിനിൽ കടന്നു. ആ സാത്താൻ കടന്നെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? How do we understand when it says the devil entered into him? നമ്മൾ വിചാരിച്ചു വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്ന പോലെ നിറയുവാണ്. And we think he's being filled as the water is being filled into a glass. നിറവിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പ്ലരോമ. The root word is pleroma. അതുകൊണ്ട് നമ്മളതിന് ചിലർ രണ്ട് നിലയിൽ വ്യാഖ്യാനമുണ്ട്. ഒന്ന് ഒരു കണ്ടെയ്നർ ഷിപ്പ് കണ്ടെയ്നർ നിറച്ച ഷിപ്പ്, അത് ഒരു വ്യാഖ്യാനമാണ്. There's two interpretations of that word. One is like a container ship. അതുകൊണ്ട് ചില ന്യൂജൻ പാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത് ഒരു കണ്ടെയ്നറിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, ഇതിൽ ഒരു കണ്ടെയ്നറിൽ പിന്നെ ഹീലിങ്ങിൻ്റെ കണ്ടെയ്നർ. Yeah. And so the Nugent pastors have come up with their own interpretation that in this one container on the ship is the financial breakthrough, in the second container is the healing breakthrough. അവർ ഈ കണ്ടെയ്നറുമായിട്ട് നടക്കട്ടെ, ഞാൻ പറയുന്നത് അതല്ല, ഈ വാക്കിന്റെ രണ്ടാമത്തെ മീനിങ് ആണ്. And so let them walk with the containers they have, but I want to give you the second meaning of it. അത് ജീവനില്ലാത്തതിനോട് ബന്ധപ്പെട്ട ഈ കണ്ടെയ്നർ എന്നറിയുന്നത് പറയുന്നത്. That it talks about a lifeless thing, a container being filled. ഈ പ്ലരോമ ജീവനുള്ളതുമായി വരുമ്പോൾ അർത്ഥം മാറുന്നുണ്ട്. When the pleroma becomes life-giving or of life, then the meaning changes. ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ നിറയാൻ പോകുന്നത്? How are the two of us being filled? ഇത് കണ്ടെയ്നർ നിറയുന്നവരല്ല. Not like a container being filled. ചാടരുത്, ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. ഇതാണ് പ്ലരോമ. This is what pleroma means. ഇപ്പൊ ഈ കുഞ്ഞിന്റെ ബുദ്ധിയും ശക്തിയൊന്നും വാർക്കിയത്തിൽ എന്റെ നിയന്ത്രണത്തിലാണ്. Everything that he has now is under my control. ഞാനാ ഇപ്പൊ കൊണ്ടുപോകുന്നത്. I am the one who takes him anywhere. ഇവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. He cannot do anything. ഇവനെ പാപത്തിന് കൊണ്ടുപോകാൻ പറ്റുകയില്ല. Sin cannot take him. പിശാചിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. The devil cannot take him. ലോകത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. The world cannot take him. ഇവന് എന്റെ നിയന്ത്രണത്തിലാണ്. He is now under my control. ഇതിനെയാണ് നിറമെന്ന് പറയുന്നത്. This is what filling means. ഇങ്ങനെ നിത്യത വരെയുള്ള ഒരു യാത്ര നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? Have you desired to travel to eternity in this manner? ഇതാ കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്നത്. This is what the Lord has offered. ഇങ്ങനെ ഇതിനെയാണ് നിറവെന്ന് പറയുന്നത്. This is what filling means. ഇത് പൗലോസ് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? You know what Paul says? എനിക്കറിയാം യെരുശലേമിൽ എനിക്ക് കഷ്ടമൊക്കെ ഉണ്ടെന്ന്. I know in Jerusalem I have some difficulties. പക്ഷേ എനിക്കിപ്പോ എന്റെ ഡിസിഷൻ മേക്കിംഗ് ഒന്നും എന്റെ കയ്യിലല്ല. But I'm not the one who is making my decision. ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു. I have been already bound by the Holy Spirit. cerebellum ഒക്കെ ഹോളി സ്പിരിറ്റിന്റെ കൺട്രോളിലാണ്. My cerebrum and my cerebellum is all now under the control of the Holy Spirit. എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. I'm not able to decide on my own. എനിക്ക് ഒന്നിലോട്ട് മാറാൻ പറ്റത്തില്ല. I'm not able to change anything on my own. എന്നെ പരിശുദ്ധാത്മാവ് ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. Because the Holy Spirit has now controlled me. എനിക്ക് മറ്റെങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. I cannot go anywhere else. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire such a relationship in this manner? ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ആത്മിക തലത്തിലേക്ക് ദൈവസഭ മാറേണ്ടത്. This is where the church should be transformed into. ഇങ്ങനെ ജീവിക്കുന്നവനെ ആത്മികൻ എന്ന് വിളിക്കുന്നത്. This is the one somebody who lives in this manner is the one that is referenced to as a spiritual man. കൂട്ടത്തെയാണ് ഈ തലമുറയിൽ കർത്താവിന് വേണ്ടത്. This is the type of people, the generation of this needs and the Lord needs. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ. Someone who obeys the Holy Spirit. ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറ പുറത്തു വരണം. A generation that obeys the Holy Spirit. എന്താണ് ആത്മാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ? What does it mean to obey the Holy Spirit? പരിശുദ്ധാത്മാവിനെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. You must be available for the Holy Spirit at all times. എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. Be flexible.
പരിശുദ്ധാത്മാവ് പറയുമ്പം എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. We be available every time the Holy Spirit minister talks to us. ഈ ഹോളിൽ നടക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. I'm not talking about what happens in the sanctuary. ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുമ്പോൾ രാത്രി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവൈലബിൾ ആയിരിക്കണം. When we go back home and tonight the Holy Spirit says it is time to pray, you must be available. അന്യഭാഷ പറയാൻ വീട്ടിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അത് ചെയ്തോണം. If the Holy Spirit tells you to speak in tongues in your house, you must do that. പരിശുദ്ധാത്മാവ് പറയാ നീ ഇരുന്ന് വേദപുസ്തകം When the Holy Spirit says go open the Bible and read the Bible, you must do that. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നോ അതനുസരിക്കുക. Whatever the Holy Spirit tells us, we obey him. അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങും. If we are ready to have such a relationship, we will start to see miracles. അങ്ങനെ ഒരു കൂട്ടത്തെ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. The Lord is looking for someone of that character. ഇങ്ങനെ ഒരാളുമായിട്ടൊരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you have a desire for such a relationship? എഫെസോസ് സഭയോട് ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. This is what he's telling the church in Ephesus. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയണം. You must know the Holy Spirit. അവന്റെ ശക്തിയിൽ നിങ്ങൾ നിറയണം. You must be filled in his power. അവൻ നിങ്ങളെ നിയന്ത്രിക്കണം. He must control you. ഇല്ലെങ്കിൽ നമ്മളെ പിശാച് നിയന്ത്രിക്കും. Otherwise the devil will control us. അവൻ നമ്മുടെ സഭകളെ കൊള്ളയിടും. And then he will start to destroy the church. നമ്മുടെ തലമുറകളെ അവൻ കൊണ്ടുപോകും. He will take the generations away. അത് വരാതിരിക്കാൻ ആത്മനിറവുള്ള ഒരു കൂട്ടം എഴുന്നേൽക്കണം. And to avoid that, to stop that from happening, a spirit-filled generation must be formed. ആത്മനിറവുള്ള ഒരു കൂട്ടം ഈ അമേരിക്കയിൽ എഴുന്നേൽക്കണം. A spirit-filled generation must be formed in the United States. ആത്മാവിനെ അനുസരിക്കുന്ന ആത്മീയർ എഴുന്നേൽക്കണം. A generation, a group of people that obeys the Holy Spirit. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മീയത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you desire such a level of spirituality? എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി എഴുന്നേൽക്കാം. If so, we can rise. എല്ലാ കണ്ണുകളും അടയ്ക്കാം. Every eye closed. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We're going to pray together. ഇതുവരെയും നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. If you've never had such a relationship with the Holy Spirit, tonight is the night that you should pray. ബർത്തിമായി വിടുതൽ പ്രാപിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? You know how Bartholomew was delivered, healed? ആ ബർത്തിമായി ഉറക്കെ നിലവിളിക്കുകയാണ്. He cried out loud. ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. He cried out with very loud voice. എല്ലാവരും പറഞ്ഞു നീ മിണ്ടാതിരിക്കുക. Everybody said be quiet. നീ മിണ്ടാതിരിക്കുക. Be quiet. പക്ഷെ അവൻ കരയുകയാണ്. But he keeps on crying. ചിലർ പറഞ്ഞു നിനക്ക് നാണയം കിട്ടിയല്ലോ ഇനി നാളെ നിലവിളിക്കാം. Some of them told him you've already received some money today, you cry tomorrow. ബർത്തിമായി അത് ശ്രദ്ധിക്കുന്നില്ല. But he's not paying attention to those അവൻ words. ഉറക്കെ നിലവിളിക്കുകയാണ്. He's still crying out loud. അവനൊരു മറുപടി പറയാനുണ്ട്. He has a response to give. സ്നേഹിതരെ ഞാൻ കരയുന്നത് നാണയത്തിന് വേണ്ടിയല്ല. Friends, I'm not crying for coins. ഞാൻ കരയുന്നത് എനിക്ക് എന്തെങ്കിലും ഇന്ന് കിട്ടാനല്ല. I'm not crying for me to receive something just for the day. ജനക്കൂട്ടത്തിന്റെ എവിടെയോ ഒരുവനുണ്ട്. In the midst of this crowd there is a person. എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. I'm not able to see him. പക്ഷേ അവൻ ഉണ്ടെന്ന് എനിക്കറിയാം. But I know he's there. അവൻ കേൾക്കുന്നത് വരെ ഞാൻ കരയും. I will cry until he hears me. അവൻ എൻ്റെ അരികിൽ വരുന്നവരെ ഞാൻ കരയും. I will cry until he comes near to me. അവൻ എന്നെ ശ്രദ്ധിക്കുന്നത് വരെ ഞാൻ കരയും. I will cry until he pays attention to me. അവൻ എന്നെ ശ്രദ്ധിച്ചാൽ എൻ്റെ ഭിക്ഷാടനം അവസാനിക്കും. If he pays attention to me, my begging will stop. അവൻ എൻ്റെ അരികിൽ വന്നാൽ എൻ്റെ അവസ്ഥ മാറും. If he comes near to me, my situation will change. അവൻ ഉറക്കെ കരയുകയായിരുന്നു. He cries out loud. കർത്താവ് പറഞ്ഞ വാക്കുമായിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാമോ? Can you connect it to the words of the Lord? ബർത്തിമായി നീ കരഞ്ഞത് നിനക്ക് ലാഭമോ നഷ്ടമോ? Bartholomew, is it profitable to you that you cried out? ബർത്തിമായി പറഞ്ഞ ഞാൻ കരഞ്ഞത് എനിക്ക് ലാഭമായി. He would say, oh, for the reason that I cried out, it's profit to me. ഈ രാത്രിയിലത്തെ സന്ദേശമായിട്ട് ആ ഇൻസിഡന്റ് ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. I'm going to connect that incident with the message for the day. ബർത്തിമായി വേഷത്തിൽ മനുഷ്യനായ എന്നെയാണ് നീ കരഞ്ഞു നിർത്തിച്ചത്. Bartholomew, you have stopped with your cries a person who's taken the form of a man. ഞാൻ മരിക്കാൻ വന്നപ്പോഴാണ് നീ എന്നെ കരഞ്ഞു നിർത്തിയത്. You stopped me by crying when I'm on the way to death. പക്ഷെ അത് നിനക്ക് ഗുണമായി. Yes, it became a blessing to you. എന്നാൽ വേറൊരുവൻ വരുന്നുണ്ട്. But there's somebody else coming. അവൻ മനുഷ്യനായിട്ടല്ല വരുന്നത്. He's not coming as a man. മഹാദൈവമായിട്ടാണ്. He's coming as a mighty God. ഞാൻ സ്വർഗ്ഗത്തിൽ എങ്ങനെയാണോ അങ്ങനെയാ വരുന്നത്. However I am in heaven, that's how he comes. നീ അവനെ ഒന്ന് കരഞ്ഞു നിർത്തിക്കാമോ? Can you cry and make him stop? നീ അവനുമായിട്ട് കരഞ്ഞൊരു ബന്ധത്തിന് ശ്രമിക്കാമോ? Can you cry and have a relationship with him? അവൻ നിന്നോടൊന്ന് അടുക്കാൻ വേണ്ടി ഒന്ന് കരയാൻ പറ്റുമോ? Can you cry out so that you may be near to him? വേഷത്തിൽ മനുഷ്യനായി വന്ന എന്നെ കരഞ്ഞു നിർത്തിച്ചതിനേക്കാൾ വലുത് അവൻ നിന്നാൽ നിന്നിൽ നടക്കും. If you can cry and make me who came in the form of a man and stop, but if you cry out for him, it's even greater benefit to you.
എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? How many of us are ready to pray? പരിശുദ്ധാത്മാവേ, ഇന്ന് എനിക്ക് അങ്ങേ വേണം. Holy Spirit, I need you. എല്ലാ കണ്ണുകളും അടയട്ടെ. Every eye closed. എല്ലാ കണ്ണുകളും അടയട്ടെ. Every eye closed. നിങ്ങളുടെ അടുത്ത് വലത്ത് നിൽക്കുന്നവരെ നിങ്ങൾ നോക്കണ്ട കേട്ടോ. Don't pay attention to whoever's standing next to you. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുക. Every eye closed and praying. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധത്തിനാണ്. You're praying for you to have a relationship with the Holy Spirit. ഏറ്റവും നന്നായി പറയാവുന്നതിൽ ഏറ്റവും നന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. And the best way I can illustrate this, I have given those things to you. ഇനി നിങ്ങളുടെ ആഗ്രഹമാണ്. Now it's about your desire. നിങ്ങളാണ് ദാഹിക്കേണ്ടത്. You're the one to desire the thirst. നിങ്ങളാണ് നിലവിളിക്കേണ്ടത്. You're the one to cry out. നിങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. You're the one to pray. പരിശുദ്ധാത്മാവേ, എനിക്ക് ഇന്ന് അങ്ങേ വേണം. Holy Spirit, I need you. ഞാൻ ഇതുവരെ അങ്ങ് വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. I haven't maybe considered you as a person until today. അങ്ങ് വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. I never knew you as a person. എന്നെ ഇന്ന് വെറുതെ വിടരുത്. Don't let me go empty-handed. എനിക്ക് ഇന്ന് പരിശുദ്ധാത്മാവേ അങ്ങേ വേണം. I need you, Holy Spirit. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്നെ നിറയ്ക്കണം. Holy Spirit, fill me. എനിക്ക് ഇന്ന് അന്യഭാഷ സംസാരിക്കണം. I want to speak in tongues. പരിശുദ്ധാത്മാവേ, എനിക്ക് കൃപാവരം വേണം. Holy Spirit, I need the gifts of the Spirit. ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുമ്പോൾ എൻ്റെ കൂടെ അങ്ങ് വരണം. Lord, when I go back home tonight, I want you to come with me, Holy Spirit. നിത്യത വരെയുള്ള യാത്രയിൽ എന്നെ ഇനി തനിയെ വിടരുത്. Lord, my journey to eternity, let me not travel alone. ഇനി ഞാൻ തനിയെ ഇവിടുന്ന് പോകത്തില്ല. Lord, I will not leave from here all alone. അങ്ങയുടെ കൈ പിടിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. My desire is to hold your hand as I travel. ഇന്ന് രാത്രി എൻ്റെ ബുദ്ധി അങ്ങ് നിയന്ത്രിക്കണം. Lord, control my mind. എൻ്റെ ശരീരത്തെ അങ്ങ് നിയന്ത്രിക്കണം. Lord, you control my body. എൻ്റെ നാവിനെ അങ്ങ് നിയന്ത്രിക്കണം. You control my tongue. എൻ്റെ ചിന്തകളെ അങ്ങ് നിയന്ത്രിക്കണം. You must control my thoughts. അങ്ങനെ പൂർണ്ണമായി നിയന്ത്രിക്കണം. You must completely control me. ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് സമർപ്പിക്കുന്നവരുണ്ടോ? Is there anybody here that wants to surrender in that ഇന്ന് രാത്രി fashion? പരിശുദ്ധാത്മാവ് ചിലരെ നിറയ്ക്കാൻ The ആഗ്രഹിക്കുന്നു. Holy Spirit wants to fill some of you tonight. ചിലരുടെ ബുദ്ധിയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. The Holy Spirit is taking control of some of your intelligence. ചിലരുടെ പ്രാർത്ഥനയുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. Some of our prayer life is being controlled, about to be controlled by the Holy ചിലരുടെ Spirit. നാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. As for some of our tongues to be controlled, the Holy Spirit is taking that control. ചിലരുടെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. Holy Spirit is taking over control over some of your body. നിങ്ങളുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഇടപെടൽ നിങ്ങളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. And what your neighbor may not be able to experience tonight, the Holy Spirit can do something greater in you. Thank you, Jesus. പരിശുദ്ധാത്മാവേ, Amen. Hallelujah. പരിശുദ്ധാത്മാവേ, Paul, we thank you, Jesus. We thank you, Jesus. Hallelujah. 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 Thank you, Lord Jesus. Thank you, Lord. Amen. 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 പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ജനത്തെ നിയന്ത്രിക്കണേ. Lord Jesus. Hallelujah. പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കുന്നവരുടെ മേൽ അങ്ങയുടെ ഇടപെടൽ നടക്കണേ. Amen. 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 പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി ജനത്തെ നിയന്ത്രിക്കണേ. Yes. Hallelujah. ആഗ്രഹിക്കുന്നവരെ ഇന്ന് രാത്രി വെറുതെ വിടല്ലേ. Praise be unto God. Praise be unto God. ഇന്ന് രാത്രി ആരും വന്നതുപോലെ പോകല്ലേ. Yes, Lord. Yes, Lord. Yes, Lord. ഇവർക്ക് ജയം ഇന്ന് രാത്രി പകരണേ. Yes, Holy Spirit, give them victory tonight. ഈ തലമുറകൾ ഇന്ന് രാത്രി ആത്മാവിൽ നിറയട്ടെ. Let the generations be filled with the Holy ഈ Spirit. കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ നിയന്ത്രണം വെളിപ്പെടട്ടെ. In the midst of the generations, may the control of the Holy Spirit തലമുറകളെ be evident. പിശാചിന് വിട്ടുകൊടുക്കല്ലേ. Lord, let them not be taken away by the devil. പരിശുദ്ധാത്മാവേ, ഈ തലമുറകളെ ഇന്ന് രാത്രി നിയന്ത്രിക്കണേ. Holy Spirit, control the young people. ഇന്ന് രാത്രി കരയുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ അവിടുത്തെ ആ divine encounter. Those who are crying out to you, Holy Spirit, may they have a divine encounter. നാവിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നുണ്ട്. ഇന്ന് രാത്രി ചില നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. നഷ്ടപ്പെട്ട അഭിഷേകം ഇന്ന് രാത്രി ചിലരുടെ മേൽ മടക്കി തരുന്നുണ്ട്. ഏലിയാവിന്റെ എലീശയിലേക്ക് പുതപ്പ് വീണതുപോലെ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ കൈമാറുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീഴുന്നു. ഏലിയാവിന്റെ എലീശയിലേക്ക് പുതപ്പ് വീണതുപോലെ മാതാപിതാക്കളെ നിങ്ങളിൽ നിന്നൊരു അഭിഷേകം
Yes, the mantle like it fell from Elijah to Elisha. That mantle is falling on some of the younger generations. അഭിഷേകമുള്ള തലമുറകൾ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചോൾ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ഒരിടപെടൽ ഈ രാത്രി നടക്കുന്നു. Parents, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ തലമുറകളുടെ മേൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു നിക്ഷേപം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഡിപ്പോസിറ്റ് ചെയ്യുന്നു. We thank you, Lord Jesus. ദുരാത്മാവിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി തകർക്കപ്പെടുന്നു. തലമുറകളുടെ മേൽ വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കുന്നു. അധരങ്ങൾ തുറക്കട്ടെ. ശരീരം പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിയന്ത്രിക്കട്ടെ. Let our bodies be controlled by the Holy Spirit tonight. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് ഇന്ന് രാത്രി മാറുക. Hallelujah. Let us move into the full control of the Holy Spirit. പരിശുദ്ധാത്മാവ് പറയുന്നത് പറയാൻ തുടങ്ങുക. Whatever the Holy Spirit tells us to speak, only speak that. പരിശുദ്ധാത്മാവ് ചെയ്യാൻ പറയുന്നത് ചെയ്യുക. Whatever the Holy Spirit tells us to do, do that. അസാധാരണമായൊരു ദൈവകൃപ ഇന്ന് രാത്രി തലമുറകളുടെ മേൽ. Thank you, Lord Jesus. Thank you. ഒരാൾ ഈ നടുത്തിരിക്കുന്ന ആളിലേക്ക് ഒരു പകർച്ച വെളിപ്പെടുന്നു. ഒരാളിൽ നിന്ന് അടുത്തിരിക്കുന്ന ആളിലേക്ക്, from one to the other, ഒരാളിൽ നിന്ന് അടുത്തിരിക്കുന്ന ആളിലേക്ക്, from one person to the next. ഇന്ന് രാത്രി ഇവിടെ തനിയെ പോകല്ലേ. Don't go back alone tonight. പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പോകാവൂ. Go back with the Holy Spirit. പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പോകാവൂ. Go back only with the Holy Spirit. പരിശുദ്ധാത്മാവിനെ കൊണ്ടേ പോകാവൂ. Go with only the Holy Spirit.